ഗൈസ് അപ്പോൾ ഇന്ന് നമ്മളാണെന്നുണ്ടെങ്കിൽ വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കും. അപ്പോൾ ആ നേരത്താണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത്. പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണെന്നുണ്ടെങ്കിൽ എൻ്റെ ദാസപ്പനാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ദാസപ്പൻ പറഞ്ഞു നിങ്ങൾ ബീച്ചിലോട്ട് പോകാൻ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. അപ്പോൾ ദാസപ്പനാണെന്നുണ്ടെങ്കിൽ പുതിയ ജോലിയൊക്കെ ഉണ്ട്, നമ്മുടെ മാനേജറാണ് ദാസപ്പൻ. അപ്പോൾ എന്തായാലും ദാസപ്പന് അത് പുതിയ ജോലിയൊക്കെ കിട്ടിയിട്ട് ട്രീറ്റൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി അത് വല്ലതും തരാനാണെന്നാവും. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ഫോർച്യൂണർ എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് ബീച്ച് സൈഡിലോട്ട് അങ്ങ് പറപ്പിച്ച് വിടുകയാണ് ഗെയ്സ്. പിന്നെ വീഡിയോ ലൈക്ക് അടിക്കാത്തൊരു വീഡിയോ ലൈക്ക് അടിക്കാമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ ഗെയ്സ്. അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പുറത്തു കൂടെ ഒക്കെ ഫുൾ സ്പോർട്സ് കാറാണ്. നമ്മൾ മാത്രമുള്ള ഓഫ് റോഡൊക്കെ വെച്ച് റോഡിലൂടെ ഓടിച്ചു കൊടുക്കുന്നത്. എന്തായാലും നമുക്കൊരു സ്പോർട്സ് കാർ എടുക്കണം. പിന്നെ എയർപോർട്ടും പിന്നെ അവിടെ പോലീസ് സ്റ്റേഷൻ എന്തൊക്കെയുണ്ട്, നമുക്കതൊക്കെ പോകണം. അവിടെ എന്തെങ്കിലുമൊക്കെ പോയി നോക്കണം. അപ്പോൾ കുറേ നമ്മൾ സിറ്റിയിൽ അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ സ്പോർട്സ് കാർ, ഫുൾ റിച്ച് പീപ്പിൾസാണ് ഇവിടെ. നമ്മൾ റിച്ചാണ്, പക്ഷെ നമ്മൾ പട്ടിഷ വർക്കില്ല. അപ്പോൾ നമ്മുടെ ദാസപ്പനാണെന്നുണ്ടെങ്കിൽ അതുവഴിയൊക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും അവനെ കൈ കിട്ടിയാൽ എന്തിനാ വിളിച്ചിട്ട് ചോദിക്കണം. പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ബീച്ചിലെത്തിയിട്ടുണ്ട്. ബീച്ചിലിപ്പോൾ ദാസപ്പനൊന്നും കാണാനില്ല. എനിക്ക് തോന്നുന്നു ദാസപ്പന് ആ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തുണ്ടാവും. സ്റ്റേ മീൻസ് അവിടെ നമുക്ക് താമസിക്കാനൊക്കെ പറ്റും. അതായത് ജസ്റ്റ് ഒരു അഡ്വഞ്ചർ റിസോർട്ട് പോലെ ഉള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം, അവിടെ ദാസപ്പൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. അയ്യോ ഇപ്പം തന്നെ വണ്ടിയൊക്കെ പാടി മറിഞ്ഞിരുന്നു. ആ സൈഡിലേക്ക് ബ്രേക്ക് പിടിച്ചിട്ട് സൈഡ്. അപ്പോൾ ബാക്കി നോക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ഫ്രീ ഫയർ അക്കൗണ്ട് സെയിൽ ചെയ്യാനോ അതേപോലെ തന്നെ മേടിക്കാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി അക്കൗണ്ട്സ് ലോ റേറ്റിന് നമ്മൾ സെറ്റ് ആക്കി കൊടുക്കും. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല റേറ്റിന് നമ്മൾ സെയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതും കൂടാതെ നമുക്ക് ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പ്ലേ റെഡീം കോഡും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു ഗീവ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അക്കൗണ്ട് സെയിൽ ചെയ്യാനും മേടിക്കാനും വരുന്നവരും അല്ലാത്തവർക്കും റെഡീം കോഡ് എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനാർക്കെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഉണ്ട്. പിന്നെ 100% സേഫാണ്. സ്കാമും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് കയറിയിട്ട് അക്കൗണ്ട് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രീ ഫയർ ഐ ഡി മാത്രമല്ല യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കണ്ടിട്ടോ ഇങ്ങോട്ട് കൊടുത്ത് വളച്ച് എന്തായാലും സീനില്ല. നമുക്കാണെന്നുണ്ടെങ്കിൽ ദാസപ്പന അവിടെ ഉണ്ടോ പോയേക്കാം. ആദ്യം തന്നെ വെള്ളത്തിലോട്ട് ഇറങ്ങിയേക്കാം. വെള്ളം ഇങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് പോയി നോക്കാം ഗൈസ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദാസപ്പൻ വിളിച്ചിട്ട് പറഞ്ഞ് ഒരു ബോട്ട് ഇപ്പോൾ വരും, ആ ബോട്ട് നിങ്ങൾക്കുള്ളതാണെന്ന്. അപ്പോൾ ദാസപ്പനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഷോറൂമിൽ നിൽക്കുന്നുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. ഷോറൂമും കാര്യങ്ങളും അവൻ നോക്കണം. അപ്പോൾ എന്ത് ചെയ്തു, അവനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെയാണ് ഗൈസ്. അടിപൊളി ഒരു സീം ബോട്ടാണ്. അപ്പോൾ ഈ ബോട്ടിന് നല്ല രീതിക്ക് ലെങ്ത്തും കാര്യങ്ങളും ഉണ്ട്. എന്തായാലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിഷയം ബോട്ട് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എന്തായാലും അടിപൊളി ബോട്ടാണ്. എന്തായാലും ദാസപ്പൻ ഇത്ര സർപ്രൈസ് തരും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ബോട്ടിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് അടിപൊളി ബ്ലാക്കോ അല്ലെങ്കിൽ വൈറ്റൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുക്കണം. പിന്നെ ബോട്ടാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. 3 പേർക്ക് എടുക്കാം. അയ്യോ 3 പേർക്ക് ഇരിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ബോട്ട് നേരെ ബീച്ചിലോട്ട് കയറി. അയ്യോ അപ്പോൾ ഞാൻ ദാസപ്പനോട് എന്ത് പറയും. എന്തായാലും ഇപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നൈസിൽ അങ്ങോട്ട് ഓടി രക്ഷപ്പെടാം. അല്ലാണ്ടെങ്കിൽ ദാസപ്പ വന്നിട്ട് ശരിയായിക്കോളും. കേസ് നമ്മുടെ സുഗുണനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയോട്ട് വന്നിട്ടുണ്ടായിരുന്നു. വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ ബ്രേക്കും കിട്ടണില്ല. ഈ പൊട്ടനാണെന്നുണ്ടെങ്കിൽ നേരാക്കി കൊണ്ടിരിക്കണ വണ്ടിയോട്ട് വന്നിട്ട് വണ്ടിയുടെ ഡോറാണെന്നുണ്ടെങ്കിൽ തീർക്കുകയും ചെയ്ത്. പഠിച്ചവന് 5 കോടില്ല ഡോറിന് ഇനി കൊടുക്കേണ്ടത്. അപ്പോൾ ബൈ ഗൈസ്, ഒരു മൂഞ്ചൽ വീഡിയോ ആയിരുന്നു. നന്ദി, നമസ്കാരം.